കൊച്ചി കലൂരിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം മുടങ്ങി. കൊച്ചി മെട്രോ നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. പ്രതിഷേധം അറിയിച്ച് നാട്ടുകാർ. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചി നഗരപ്രദേശങ്ങളിലെ ആകെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണ് കൊച്ചി മെട്രോ നിർമ്മാണത്തിൻ്റെ പൈലിങ്ങിനിടെ പൈപ്പ് പൊട്ടി വലിയ തോതിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവിടെ അലയടിക്കുന്നത്. 3 ദിവസം മുമ്പാണ് ആദ്യം പൈപ്പ് പൊട്ടിയത്. പിന്നീട് അവിടെ പമ്പിംഗ് ശക്തമായപ്പോൾ ഇപ്പോൾ ഈ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. ഇത് സംബന്ധിച്ച് ആളുകൾ തന്നെ കൃത്യമായി തന്നെ ഇതിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. ഇതെങ്ങനെയായിരുന്നു സംഭവം? എപ്പോഴാണിത്? ഇത് ഒരു ലൈൻ അവിടെ വ്യാഴാഴ്ച പൊട്ടിയതാണ് അവിടെ. അത് ഇന്ന് ശരിയാക്കി വന്നപ്പോഴത്തേക്കാണ് അവന്മാര് ഇവിടെ പൊട്ടിച്ചത്. ആദ്യത്തെ പൈപ്പ് പൊട്ടിയത് വ്യാഴാഴ്ച. അതെ അതെ, പൈപ്പ് കിടക്കണമെന്ന് പോലും അറിയില്ല വാട്ടർ അതോറിറ്റിക്കാർക്ക്. എവിടെ പൈപ്പ് കിടക്കണമെന്ന് പോലും അറിയില്ല. സ്കാൻ ചെയ്തെടുത്താൽ എത്ര ഇഞ്ച് പൈപ്പാണ്, എത്ര വണ്ണം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുടിവെള്ളം മുടങ്ങിയിട്ട് ഇപ്പൊ 4-5 ദിവസമായി. 4 ദിവസമായിട്ട് ആളുകൾക്ക് വെള്ളമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ന് ശരിയാക്കുമെന്ന് പറയാം. ഇന്ന് വൈകുന്നേരം ശരിയാക്കി കഴിഞ്ഞ് പമ്പിങ് തുടങ്ങിയപ്പോഴേക്കും അടുത്തത് പൊട്ടി വെള്ളം പോവുക. ആളുകൾക്ക് ഒരു കുടിവെള്ളം പോലും എത്തിച്ചിട്ടില്ല. ഞാൻ മെട്രോനോട് പറഞ്ഞിട്ട് നിങ്ങൾ കുടിവെള്ളം എത്തിക്കണം, നിങ്ങൾ പൊട്ടിച്ചാണ് പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് ചോദിക്കാതെ പൈപ്പ് എവിടെയെന്നറിയാതെയാണ് പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതൊന്നും കേൾക്കാതെ വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയായിരുന്നു അപ്പുറത്തോട്ടും ചെയ്തിരുന്നത്. അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. ഇനി ഈ പരിപാടി നടക്കുകയല്ല. ഇനിയുള്ള ആളുകൾക്കൊക്കെ വെള്ളം എത്തിക്കുക. മെട്രോ വർക്ക് ചെയ്യണമെങ്കിൽ ഇനി അത് അറിഞ്ഞ് അവരുടെ സ്കെച്ച് അറിഞ്ഞിട്ട് അവരുടെ ലേഔട്ട് നോക്കി അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഉപകാരമില്ല, വെറുതെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഇരിക്കണല്ലാണ്ട് ഒരു ഉപയോഗമില്ല. എന്മാര് ഫയൽ അടിച്ചോണ്ടിരിക്കണം തന്നെ കാണയിലോട്ടാ. ഈ കാണ എത്ര കോടി രൂപയുടെ കാണയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലാബ് വാർത്ത് കെട്ടിയിട്ടേക്കണ. ആ കാണയിൽ മുഴുവൻ ഫയൽ അടിച്ച് വെച്ചേക്കണ നിർമ്മാണമാണ്. എന്നിട്ട് നാളെ വെള്ളം ഫയലിംഗ് നടത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഏതിലേക്ക് കൂടിയാണ് പോയേക്കണെന്ന് അന്വേഷിച്ചിട്ട് വേണം ഫയലിംഗ് നടത്താൻ. അല്ലാതെ ഇത് വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഇവരുടെ പോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശനിയാഴ്ച പൊട്ടിയ പൈപ്പാണ്. ഇത് ഞായറാഴ്ച ഇന്ന് എന്നിട്ട് ആ ഞായറാഴ്ചയുടെ വർക്ക് നടത്തിയിട്ടില്ല. ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ 3 ദിവസം എന്ന് പറയും വെള്ളത്തിന് വേണ്ടി. ഇന്നും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നാളത്തേക്ക് സ്ഥിതി എന്തായിരിക്കും ജനങ്ങളുടെ? വെള്ളമില്ലാതെ 3 ദിവസം പിടിക്കും. അതില് ശരിക്കും എത്ര വാട്ടർ അതോറിറ്റിക്കാരുണ്ട്? ഇവിടെ ആരുമില്ല. ഇത്തരത്തിൽ ഒരു ഏകോപനമില്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് വാട്ടർ അതോറിറ്റിയും കൊച്ചി മെട്രോയും തമ്മിൽ. ഒന്നും തന്നെ ഏകോപനമില്ല. ഇത്തരത്തിലുള്ള ഏകോപനമില്ലായ്മയാണ് ഈ ഒരു വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൊരു ശാശ്വത പരിഹാരം കാണും വരെ സമരരംഗത്ത് തുടരുകയാണ് ഇവർ. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.